ഹായ്. അപ്പോൾ ദുബായ് സ്പിന്നീസ് റേസിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാണ്. അപ്പോൾ വെളുപ്പിനെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സ്പോ സിറ്റിയിൽ എത്തണമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മുടെ ഇന്നലെ കിട്ടിയ റേസ് പാക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മുടെ റേസ് പാക്കിനകത്തുനിന്ന് നമ്മുടെ ബിപ്പ് നമ്പറും എല്ലാം എടുത്ത് നമ്മുടെ ഹെൽമറ്റയിലും സൈക്കിളിലും ഒക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ലൈനിലോട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ച് സെറ്റായി. പിന്നെ ടെൻഷനൊക്കെ പോയി. അപ്പോൾ ഒത്തിരി പേര് ഈ റേസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ റേസ് ഒരു 8-9 ഗ്രൂപ്പായിട്ടാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഓരോ ആൾക്കാരുടെ നേരത്തെ ഒരു ബിൽഡപ്പ് പ്രൈസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡപ്പ് പ്രൈസിൽ ഇല്ലാത്തവരെ അവരല്ലാതെ സീഡ് ചെയ്യും. അങ്ങനെ ഞാനൊരു 7-8 ഗ്രൂപ്പിലായിരുന്നു വന്നിരുന്നത്. പിന്നെ നമ്മുടെ കാലിലൊരു ചിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ റേസിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. എന്തായാലും ഇത്ര വലിയൊരു ഇവൻറ്റ് അടിപൊളിയായിട്ട് നടത്തി അവർ. എന്തായാലും അടിപൊളി റേസായിരുന്നു. റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം ഞാനിത് ഫിനിഷ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേരുടെ ഇടയിൽ, ഇത്രയും ഇൻ്റർനാഷണൽ റൈഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ മത്സരിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പം 95 കിലോമീറ്റേഴ്സ് റേസ് ഫിനിഷ് ചെയ്തത് 106ാമതാണ്. 250 റൈഡേഴ്സ് ഉണ്ടായിരുന്നു വുമൺസ് കാറ്റഗറിയിൽ. നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റേസ് കഴിഞ്ഞ് വന്ന ഉടനെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മൾ കണ്ട്. പിന്നെ നമുക്ക് കുറേ പ്രോട്ടീൻ ബാറും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ കൂടെ ചവിട്ടിയവരൊക്കെ വന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു അവരുടെ കൂടെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ്. പിന്നെ അത് കഴിഞ്ഞൊരു ഫിസിയോതെറാപ്പി സെക്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ മസിൽസും ബോഡിയും ഒക്കെ നല്ല ഡാമേജ് ആയിരുന്നു. അപ്പം നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയി. അപ്പോൾ അവിടുന്ന് ബാക്കി മെഡലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. എന്തായാലും അടിപൊളി റേസായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവണം.